നമസ്കാരം, KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി കുണ്ടായിലുള്ള തോട്ടം തൊഴിലാളികളുടെ ഉറക്കം കെടുത്താൻ കാട്ടുകൊമ്പൻ വീണ്ടുമെത്തി. കോടാലി മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര മഹാക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം മാർച്ച് 6 മുതൽ മാർച്ച് 15 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വനിതാ ദിനാചരണവും ആദരവും ഒരുക്കി ചാലക്കുടി പ്രസ് ഫോറം. കൊരട്ടി മേൽപ്പാല നിർമ്മാണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ പൂർത്തീകരിക്കണമെന്ന് CPI കൊരട്ടി ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. കൊരട്ടി കട്ടപ്പുറം ശ്രീ കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളി കുണ്ടായിയിലുള്ള തോട്ടം തൊഴിലാളികളുടെ ഉറക്കം കെടുത്താൻ കാട്ടുകൊമ്പൻ വീണ്ടുമെത്തി. കുണ്ടായി ഇരുമ്പുപാലത്തിനു സമീപത്തെ പാടിയിലാണ് കാട്ടാനയെത്തി ഭീതി പരത്തിയത്. പാടികൾക്ക് സമീപത്തിറങ്ങിയ ആന തൊഴിലാളികളുടെ വാഴകൃഷി വ്യാപകമായി നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട കൊമ്പൻ പാടികളിലെത്തിയത്. വാഴകൾ നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. ആളുകൾ പാട്ടകൊട്ടിയും ഒച്ചവെച്ചും ആനയെ അകറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. 2 മണിക്കൂറിലേറെ കഴിഞ്ഞാണ് ആന തോട്ടത്തിലേക്ക് കയറിയത്. കഴിഞ്ഞ ദിവസം ചൊക്കനയിലും ഈ കൊമ്പനെത്തി വാഴകൃഷി നശിപ്പിച്ചിരുന്നു. കുണ്ടായി ചൊക്കന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ആനക്കൂട്ടം തമ്പടിക്കുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നുണ്ട്. കോടാലി മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര മഹാക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം മാർച്ച് 6 മുതൽ മാർച്ച് 15 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവത്തിന്റെ 1ാം ദിവസമായ വെള്ളിയാഴ്ച ഉത്സവത്തിന് കൊടിയേറി. തുടർന്ന് മാർച്ച് 8, 9, 10, 13 തീയതികളിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. പൂരം കാവടി മഹോത്സവം ദിവസമായ മാർച്ച് 15 ശനിയാഴ്ച പടിഞ്ഞാട്ടുമുറി, പുത്തനത്തോളി ദേശം, തെക്കുമുറി, കിഴക്കുമുറി എന്നീ സെറ്റുകൾ സംയുക്തമായി അണിനിരത്തുന്ന ഗജവീരന്മാർ പങ്കെടുക്കുന്ന പൂരവും 100ൽ പരം വിദഗ്ധരായ വാദ്യകലാകാരന്മാർ അവതരിപ്പിക്കുന്ന ചെണ്ടമേളവും ഉണ്ടായിരിക്കും. കൂടാതെ വിവിധ സെറ്റുകാരുടെ വർണ്ണശബളമായ കാവടി, നാദസ്വരം, ശിങ്കാരിമേളം, വിവിധ നാടൻ കലാരൂപങ്ങൾ എന്നിവയോടുകൂടി അതിവിപുലമായാണ് പൂരം കാവടി മഹോത്സവം ആഘോഷിക്കുന്നത്. ക്ഷേത്രം പ്രസിഡന്റ് സുധീഷ് തുമ്പരത്തി, സെക്രട്ടറി ബാബു ചെലമ്പട്ടശ്ശേരി, ഭാരവാഹികളായ രഞ്ജിത്ത് കൂമുള്ളി, മഹേഷ് മണലായി, അഭിലാഷ് ഈശ്വരൻ ചാലിർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൂരം കാവടി മഹോത്സവം 6-ാം തീയതി സ്റ്റാർട്ട് ശുദ്ധിയോടുകൂടി തുടങ്ങി. 7-ാം തീയതി കൊടിയേറ്റവും 11-ാം തീയതി പള്ളിവേട്ടയും 12-ാം തീയതി ആറാട്ടോടുകൂടി ഉത്സവം, 15-ാം തീയതി പൂരം കാവടി മഹോത്സവം. കൊല്ലം ശിങ്കാരിമേളം, നാദസ്വരം, ബാൻഡ്, കാവടി, ആന എന്നിവ കൂടി അതിഗംഭീരമായി നമ്മൾ ഈ കൊല്ലം ആഘോഷിക്കാൻ. ചാലക്കുടി പ്രസ് ഫോറം വനിതാ ദിനാചരണവും വനിതാ അംഗങ്ങൾക്കുള്ള ആദരവും വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ PB നിഷ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ ഭാരവാഹികളും വനിതകളായ പ്രസ് ഫോറത്തിലെ അംഗങ്ങളെ ആദരിച്ചു. മുൻ പ്രസിഡന്റ് KN വേണു അധ്യക്ഷത വഹിച്ചു. സ്ഥാപക പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി, മുൻ പ്രസിഡന്റ് ഷാലി മുരുങ്ങൂർ, കെയർ കേരള ഫൌണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, പ്രസിഡന്റ് ഭരിത പ്രതാപ്, രക്ഷാധികാരി NR സരിത, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ്, ജോയിന്റ് സെക്രട്ടറി ജിസ്ന ജോൺസൺ, KB ബിനേഷ്, ജിനു മേച്ചേരി, ആഷിൻ പോൾ, ലിക്സൺ വർഗീസ്, വിപിൻ വേലായുധൻ, സഞ്ജയൻ പറമ്പിക്കാട്ടിൽ, ജനിൽ പരിയാരം, MS സദാനന്ദൻ, ബാബു അതിരപ്പള്ളി, റൂബിൻ ലാൽ എന്നിവർ പ്രസംഗിച്ചു. പേടിയോടുകൂടി എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, എനിക്കിത് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന രീതിയിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പം ശരിക്കും എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ്
വനിതകളായാലും അതുപോലെ തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്ന അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന പുരുഷന്മാരും ഒപ്പം ഉണ്ടാവണം. അല്ലാതെ ഒരു പുരുഷ ആധിപത്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇവിടേക്ക് വരാൻ കാരണമായത് ഒരു പക്ഷേ മധുചേട്ടൻ തന്നെയായിരിക്കും. ആ ഒരു കാലത്ത് മധുചേട്ടനാണ് ഞങ്ങൾക്കൊരു മെമ്പർഷിപ്പിന്റെ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോൾ രണ്ടുപേരും നീട്ടിയ ആൾ സ്വീകരിച്ചത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ സഹോദരിമാരായിട്ട് സ്ത്രീകൾ എപ്പോഴും അതിന്റെ സർവവും കാത്ത് സംരക്ഷിക്കുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് വനിതകൾ ഞങ്ങൾക്ക് എന്നും ശക്തി തന്നെയാണ്, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിച്ചേർത്ത് തന്ന് നിങ്ങളടങ്ങുന്ന മധുചേട്ടൻ ഉൾപ്പെടുന്ന ആ ഒരു കൂട്ടായ്മ തന്നെയാണ് അന്നു മുതൽ ഇന്ന് വരെ. തൃശൂർ മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോളേജ് യൂണിയന്റെയും തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും കരുണം ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഫ്രീ ടു ഫ്ലൈയും സെൻസി കെയറിന്റെ സഹായത്താൽ മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ MJ ബിജു ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ MA അധിനൻ അധ്യക്ഷനായി. പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ ക്ലാസുകൾ നയിച്ചു. ജില്ലാ യൂത്ത് ഓഫീസർ സിസ്റ്റർ ബിൻസി, കരുണം ഫൗണ്ടേഷൻ ചെയർമാൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി, T ഷിജു വർഗീസ്, മന്ദീപ് വാര്യർ, അനുശ്രീ N ബാബു എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് മെൻസ്ട്രൽ കപ്പ് സൗജന്യമായി വിതരണം ചെയ്തു. തീർച്ചയായും നിങ്ങളിലേക്ക് അതിന്റെ ഉപയോഗത്തെക്കുറിച്ച് ഇന്ന് പറഞ്ഞു തരാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഈ ഡോക്ടറും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും അധികാരികമായി സംസാരിക്കാൻ എത്തിയിരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ ഞാൻ പലപ്പോഴും പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ചെറിയൊരു പ്രശ്നം വെയിറ്റ് കുറവാണ്. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ പറഞ്ഞ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഈ പൊല്യൂഷൻ. അതായത് നമ്മൾ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യും, ഈ പാഡ് യൂസ് ചെയ്ത നാപ്കിൻസ് എന്ത് ചെയ്യുന്നുള്ളത് അല്ലെ, നമുക്ക് വീട്ടിൽ ഡംപ് ചെയ്യുകയാണെങ്കിൽ വളരെ ഇഷ്യൂസ് ഉള്ളതാണ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവർ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തന്നെ ചെയ്യും. നമ്മൾക്ക് എല്ലാവർക്കും പേഴ്സണലി നമ്മൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. ഗൂഗിൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. ബട്ട് സ്റ്റിൽ ഒരാൾ ഫിസിക്കലി വന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്കുള്ള ഒരു ഇഗ്നിഷൻ മൈൻഡ് നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ കൊരട്ടി മേൽപ്പാല നിർമ്മാണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ പൂർത്തീകരിക്കണമെന്ന് CPI കൊരട്ടി ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗം PC കാവലൻ പതാക ഉയർത്തി. PC സജിത്, TR രഞ്ജു തുടങ്ങിയ പ്രസീഡിയം അംഗങ്ങളും നളിനി ഗോപിനാഥ്, KK സന്തോഷ് തുടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. ലോക്കൽ സെക്രട്ടറി MK സുഭാഷ് പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, മണ്ഡലം സെക്രട്ടറി CV ജോഫി, അസിസ്റ്റന്റ് സെക്രട്ടറി MV ഗംഗാധരൻ, ജില്ലാ കൌൺസിൽ അംഗങ്ങളായ AK ചന്ദ്രൻ, PM വിജയൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TV രാമകൃഷ്ണൻ, TR ബാബുരാജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, MK സുരേഷ്, MS സുനിൽ, സ്മേര സുരേഷ് എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറിയായി PC സജിത്തിനെ തിരഞ്ഞെടുത്തു. കൊരട്ടി കട്ടപ്പുറം ശ്രീ കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 5:30 ഗണപതി ഹോമം, തുടർന്ന് ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നിവയുണ്ടായി. രാവിലെ 9 മണിക്ക് പള്ളിപ്പറ നിറപ്പ്, തോറ്റംപാട്ട്, നടക്കൽ പറ നിറയ്ക്കലും ഉണ്ടായി. തുടർന്ന് 12 മണിക്ക് ഉച്ചപൂജ, അന്നദാനം തുടങ്ങിയവയ്ക്ക് ശേഷം 4:30 ശീവേലി എഴുന്നള്ളിപ്പ്, 6:30 വിശേഷാൽ ദീപാരാധന, തുടർന്ന് സഹസ്രനാമാർച്ചന എന്നിവയുണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തേശ്ശേരി വിനോദ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് TK തങ്കപ്പൻ, സെക്രട്ടറി TS രവി, ഖജാൻജി TU ശശി, കൺവീനർ TV പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 840 രൂപ, പവന് 64,320 രൂപ.
സ്വരം നിലാവിനെ വെള്ളം ചാരുതയാൽ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണ ശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി കുണ്ടായിലുള്ള തോട്ടം തൊഴിലാളികളുടെ ഉറക്കം കെടുത്താൻ കാട്ടുകൊമ്പൻ വീണ്ടുമെത്തി. കോടാലി മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര മഹാക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം മാർച്ച് 6 മുതൽ മാർച്ച് 15 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വനിതാ ദിനാചരണവും ആദരവുമൊരുക്കി ചാലക്കുടി പ്രസ് ഫോറം. കൊരട്ടി മേൽപ്പാല നിർമ്മാണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ പൂർത്തീകരിക്കണമെന്ന് CPI കൊരട്ടി ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. കൊരട്ടി കട്ടപ്പുറം ശ്രീ കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.